ഞാൻ കേക്കട്ടെ ആ പാട്ട്. ഞാൻ വിളിക്കാം. ഒരു ലജ്ജാവതിയെ കുറിച്ചുള്ള പാട്ടാണ് വരാൻ പോകുന്നത്. അതല്ലേ എനിക്ക് ഇത്ര കൊതി. ആരാണ് ലജ്ജാവതി? ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. നമ്മുടെ സാം കുട്ടനെത്താണ്. ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. Oh, who is this? Hey. ഹലോ സാം കുട്ട. ഹായ് മീനാക്ഷി ചേച്ചി. റെഡിയാണോടാ നീ? ആ പാട്ടിലുള്ള ക്യാരക്ടറാണ് ഇത്, അതേപടി അതെ ആ സീനിലുള്ള പോലെയാണ്. അതെ അതെ. ഇതൊന്നും അറിയില്ലേ? സെലിബ്രേഷൻ റൗണ്ട് അല്ലേ? എല്ലാരും എല്ലാം പഠിച്ചു വെച്ചോ. നേരെ പാട്ടിലേക്ക് റാപ്പൊക്കെ പാടുന്നുണ്ടോടാ? ആ പാടുന്നുണ്ട്. യെസ്. അതെങ്ങനെയാണ് ആ റാപ്പ് എങ്ങനെയാണ്? Watch on, what's Dap 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 salad. gonna dip you're smiling. Oh my baby, just on my heart forever and ever. Every time I wanna see my girl. Every time I want to see my call. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസി കേട്ടോ. അത് മാത്രല്ല കൈതപ്ര സാറിന്റെ ലിറിക്സ്. കൈതപ്ര സാർ എല്ലാ സമയങ്ങളിലും, പഴയ കാലമാണെങ്കിലും പുതിയ കാലമാണെങ്കിലും അദ്ദേഹം എഴുതുന്ന പാട്ടുകൾ ഹിറ്റ് ആയിരിക്കും. അത് ഇങ്ങനെ അറ്റത്ത് വളരെ കാവ്യാത്മകമായി എഴുതും, അപ്പുറത്തെ സൈഡിൽ ലജ്ജാവതി എന്ന് എഴുതും, എല്ലാം എഴുതും. കൈതപ്രൻ സാർ തന്നെ പറയുന്ന ഒരു തമാശയുണ്ട്. ഒരു രാത്രിയിൽ ഈ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തോട്ട് ഒരു കമ്പോസിങ്ങിനായിട്ട് ഒരു കാറിൽ വരികയാണ്. അപ്പോൾ ഈ ഡ്രൈവറുണ്ട്, ഡ്രൈവറുടെ കൂടെ അത് ഒരു അസിസ്റ്റന്റ് പോലെ ഒരാളുണ്ട്. അപ്പോൾ ഈ കാറിൽ ഇങ്ങനെ പാട്ടിടും അല്ലേ? അപ്പോൾ കാസറ്റാണ് പണ്ട്. അപ്പോൾ ഈ കാസറ്റ് ഇടുമ്പോഴത്തേക്കും തുടങ്ങിയപ്പോഴത്തേക്കും ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഇദ്ദേഹം ഈ അസിസ്റ്റന്റ് പറയുന്നു, മാറ്റ് അത് തിരുമേനിക്ക് ഇഷ്ടപ്പെടില്ല. അറിയില്ല. ഇതുപോലെ സാറ് തന്നെ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഈ കഥ. അതൊരു രസമാണ് അല്ലേ? അപ്പൊ തിരുമേനിയുടെ ഒരു അത്രയും വേഴ്സറ്റൈലാണ് കൈതപ്ര സാർ. എത്രയൊക്കെ രീതിയിലുള്ള എന്തൊക്കെ പാട്ടുകളാണ്, ഏതൊക്കെ ജനറേഷനിലൂടെ ഇപ്പൊ മിന്നൽ വളയും മറ്റുള്ള പാട്ടുകളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര നമുക്ക് നമ്മുടെ ഒന്നിച്ച് നമ്മളോട് നിൽക്കുന്നതാണ് കൈതപ്ര സാറിന്റെ രചന എന്ന് പറയുന്നത് അല്ലെ? ഈ കാലങ്ങളിലെല്ലാം. സാംകുടാ, നിന്റെ പുതിയ അവതാറാണല്ലോ. അതെ അതെ. പിന്നെ സാറേ, എനിക്കൊരു കാര്യം പറയണ്ടേ. ഞങ്ങളുടെ ഇടവകപ്പള്ളി, അതായത് ചെറുപ്പങ്കപ്പള്ളിയില് പെരുന്നാളായിരുന്നു ഈ പ്രാവശ്യം. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം പെരുന്നാളിന് കൂടാൻ സാധിച്ച്. പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മുത്തുക്കുട പിടിക്കണമെന്ന്. അങ്ങനെ എനിക്ക് മുത്തുക്കുട പിടിക്കാനും സാധിച്ചു. എന്നെ കുറെ പേര് തിരിച്ചറിഞ്ഞു, ജഡ്ജസിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞു എല്ലാരും. അടിപൊളി. എടാ മതി, ഇത്ര വിശേഷം മതി. പാട്ട് പാട്. ഞാൻ പറഞ്ഞുതരാം. മ്യൂസിക് ജാസി ഗിഫ്റ്റ് സാർ, ലിറിക്സ് കൈതപ്രം സാർ, പിന്നെ പാടിയതും അതെ അല്ലേന്നോ? അതെ. പിന്നെ പടം ഫോർ ദ പീപ്പിൾ. വർഷം 2004. യെസ്, ഓൾ ദി ബെസ്റ്റ്. പാടിക്കോ, പെട്ടെന്ന് പാടിക്കോ. Watch on, what's dap style gonna dip you're smiling. Oh my baby, just on my heart forever and ever. Every time I wanna see my girl. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ. തൊട്ടാ
everything, and I won't let you go, and I won't let you down. To the fire, to the limit, to the one, just to be with you and gotta risk it all. Hey, let me do it one more time, do it one more time. Ha, baby, come on, Alex, get in the body. മഞ്ഞി കുളിക്കുമാ നെല്ലോല തുമ്പിലേ ചില്ലാരത്തുള്ളി നമ്മൾ കോർത്തു നിന്നതോർത്തു ഞാൻ കന്നാലി മേച്ചു നമ്മൾ മഴ നനഞ്ഞതോർത്തു ഞാൻ അപ്പുപ്പൻ താടിയാൽ മേൽമീശ വെച്ചു നീ രാജാതി രാജവേഷമിട്ടതിന്നു ഓർത്തു ഞാൻ മധുരമാ നിമിഷം മധുരമീ നിമിഷം കാതരമാ ഒരു വേദന ഇന്നൊരു സുഖമെഴും അനുരാഗമാ ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമ്പഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുരുമി നിന്നാട്ടെ തോട്ടാവാടി പെൺമാനേ മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ ഓ മിനുടാ എന്തോ ഒരു 5000 ഗാനമേളയ്ക്ക് ലജ്ജാവതിയെ വായിച്ച ആൾക്കാരാണ് ഇവിടെ ഒക്കെ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ഒരുപാട് നാളിന് ശേഷമാണ് ഈ പാട്ട് വീണ്ടും കേൾക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. സാം കൂടാ എന്താ സാറേ സൂപ്പർ ആക്കിയടാ. താങ്ക് യു സാർ ജാസി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ മ്യൂസീഷ്യൻ. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ ഡിയർ 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 ബ്രദറാണ്. അപ്പോൾ ജാസിയുടെ ഒരു ശൈലിയിൽ എന്ന് വെച്ചാൽ ഒന്നിനും സസ്റ്റെയിൻ ഉണ്ടാവില്ല. ലജ്ജാവതിയെ അത് ഇത് ഞാൻ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഒരിക്കലും എനിക്ക് പാടാൻ പറ്റൂല. അതെ അതെ ആ എ എന്ന് പറയുന്നത് നീട്ടമില്ല. ഓക്കെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ ആ ഓരോന്നിനും ഇങ്ങനെ നമ്മളൊരു കത്തിരി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. അതെ ആ, അപ്പൊ എങ്ങനെയായിരിക്കും? അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമോ പാടുമ്പോഴത്തേക്ക്? ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ അടുത്ത് താഴമ്പൂവോ താമരത്താരോ തേനോ തേൻ താഴമ്പൂവോ അതും ഒരുപാട് സസ്റ്റൈൻ ഇല്ല. താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമ്പഴമുത്തോ ഒന്ന് ഋതം ഇട്ട് കൊടുത്താൽ ഇവിടെ പുതിയ സംഗതികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. തേനോ തേനിലാവോ ചെറുതായിട്ടേ ഉള്ളൂ. ഓ മോൻ പാടുമ്പോഴത്തേക്ക് ഒരുപാട് മെലോഡിയസ് ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും മെലഡി ഇതിന് ആവശ്യമില്ല. ഒന്ന് പാടാമോ? താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമ്പഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുരുമി നിന്നാട്ടെ തോട്ടാവാടി പെൺമാനേ മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി. ഈ മാനസ കൊട്ടാര കെട്ടിനിലൊക്കെ കുറച്ച് സോഫ്റ്റ് ആക്കുന്നുണ്ട്. മാനസ കൊട്ടാര അത് ഓപ്പൺ ആയിട്ട് പാട്. മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി അതിന്റെ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായ ഒരു ഐഡിയ ഞാൻ പറയാണ്. അതായത് കൂടുതൽ സസ്റ്റെയിൻ ഇല്ല, കുറച്ചും കൂടെ പ്ലെയിൻ ആണ്. പ്ലെയിൻ ആയിട്ടാണ് പാടിക്കുന്നത്, സംഗതികൾ എന്നുള്ള രീതിയിലല്ല. അപ്പൊ മാത്രമേ ഈ ജോണ്ടറുമായിട്ട് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. മോനത് അനുപല്ലയിലൊക്കെ പാടുമ്പോഴത്തേക്കും വളരെ മെലോഡിയസ് ആയിട്ട് പാടുന്നുണ്ട്. അത്രയും മെലഡിയുടെ എലിമെന്റ് ഈ പാട്ടിൽ ആവശ്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. പാടിയതൊക്കെ നന്നായിരുന്നു. പിന്നെ ആദ്യത്തെ റാപ്പില് ഒരു സെന്റൻസ് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? Every time I want to see my girl. Every time I want to see my girl. അത് കൊള്ളായിരുന്നു കേട്ടോ. അതെല്ലാം ഒരാളല്ല, എനിക്ക് തോന്നുന്നു ഇഷാൻ ദേവും ഇതിനകത്ത് പാടിയിട്ടുണ്ടല്ലോ അല്ലേ? ആകാരമൊക്കെ ഇല്ലേ, അതൊക്കെ ഇഷാൻ അതൊക്കെ പാടി കറക്റ്റ് ആക്കി ആ ബ്രത്ത് അവിടെ അവസാനിപ്പിച്ച് ഉടനെ ലജ്ജാവതിയെ തുടങ്ങുകയും ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടേ സാംകുട്ടാ കേട്ടോ. ഈ പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് ജാസിയുടെ. ജാസി എനിക്ക് വേണ്ടി പല പാട്ടുകളും പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ടെന്ന് പറയുന്നത് ഗോകുലപാല ബാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവാ ഗോകുലപാല ബാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവാ കട്ട
കുറുമ്പനായി ആലിക്കോലും അയ്യോ ഭയങ്കര രസമാണ്. കള്ളക്കണ്ണ ഗോകുല പാല പാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവായൻ ഉണ്ണിക്കണ്ണാവാ. അത് കൈതപ്ര സാറാണ് എഴുതിയിരിക്കുന്നത്. യെസ് സാം കുട്ടാ എന്താ സാറേ? തകർത്തി. താങ്ക് യു. ഇതൊരു ഫ്രീക്ക് ഔട്ട് സോങ് ആണ്. അതെ അതെ 2004 ഈ പാട്ട് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, എവിടെയും പോവാന്ന് കൊടുത്തില്ല. എവിടെ പോയാലും ഈ പാട്ടാ. അത് ഒരു കൊല്ലം അതേമാതിരിയായിരുന്നു. ഒരു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസിനെ കാണാൻ പറ്റില്ല, അത്രയും ബിസി ആയിട്ട്. ജാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്ന ആള് ഭയങ്കര ഒരു അടിപൊളി ക്യാരക്ടറാന്നൊക്കെ വിചാരിക്കില്ല. പക്ഷെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള വളരെ ഒരു സോഫ്റ്റ് മനുഷ്യൻ. മോൻ നന്നായി പാടി മോനെ. ആ ഒരു ഫ്രീക്ക് ഔട്ട് മൂഡ് ഇവിടെയും കൊണ്ടുവന്നു. പക്ഷെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറുതെ നിന്ന് പാടിയത് ശരിയായില്ല. കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ വേണം. അല്ല ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇല്ലായിരുന്നു മറ്റേ ആ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് എന്തെങ്കിലും ചെയ്യോ മോൻ? ഒന്ന് കളറാക്കാം. കളിക്കാൻ അറിയില്ല, എന്നാലും ശ്രമിക്കാം. ശ്രമിക്കേ. മൈക്ക് പിടിക്കും കൊണ്ടാ എന്തൊക്കെ ചെയ്തടാ. നടന്നോ, കറങ്ങി നടന്നു ചെയ്തോ. Watch on, watch on. Stop, style. Wanna baby just hold my hand forever and ever. പക്ഷെ അടിപൊളിയടാ. Every time I wanna see my girl. ഒരു സൂപ്പർ കോറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. അതെ അതെ. അങ്ങോട്ട് കുത്ത്, ഇങ്ങോട്ട് കുത്ത്, അങ്ങോട്ട് കുത്ത്, പിന്നെ ഇങ്ങോട്ട്. ദക്ഷ പഠിപ്പിച്ചു തന്നെയാണോ ഈ സ്റ്റെപ്പ്? അല്ല, അവന് ഇവിടെ കാണിക്കണ്ടായിരുന്നു. സാം കുട്ടാ എന്തോ എടാ മിടുക്ക. ഒരു പാട്ടില് റാപ്പ്, ആ കട്ടി അകാരം, അതിനുശേഷം കുറച്ച് മെലഡി, എല്ലാം ഒറ്റ പാട്ട്. ഈ ശ്വാസം എന്താ പറയാ, ഒരു ശ്വാസം കഴിക്കാൻ സ്ഥലമില്ലാണ്ട് നീ അങ്ങ് പാടി. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. ആ രസത്തിൽ അങ്ങനെ പാടിപ്പോണ്ട ഒരു പാട്ടാണെന്ന് തോന്നി. വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു അത് ജാസി ചേട്ടൻ പാടിയതിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. യെസ്, ആ ഒരു യുണീക്നെസ് ഉണ്ടല്ലോ ആ വോയിസില്. വോയിസ് ഉണ്ട്, പിന്നെ ജാസി പാടുന്ന സ്റ്റൈലുണ്ട്. ഇത് രണ്ടും ജാസിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിലുള്ള ചില എലിമെന്റ്സ് നമുക്ക് എടുത്ത് നമുക്ക് പാടാൻ പറ്റും. എക്സാക്ട്ലി. ഞാൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ആണ് അത്. മെലോഡിയസ് ആവാം, പക്ഷെ ഓവർ മെലോഡിയസ് ആവുന്നത് ഈ പാട്ടിന് നല്ലതല്ല. അല്ല ഈ പാട്ട് ഇപ്പൊ ആരെടുത്ത് പാടിയാലും അവരവരുടെ വേർഷൻസ് ഉണ്ടാക്കാം. ഒന്നാമത് അത് ജാസി സാറിന്റെ ശബ്ദമായിട്ട് നമുക്ക് രജിസ്റ്റർ ആയി. നമുക്ക് നല്ലാതെ ഇത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആര് പാടിക്കഴിഞ്ഞാലും ഇപ്പം സാംകുട്ടന്റെ വേർഷനായിട്ട് നമുക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. യു ക്യാൻ നെവർ ഇമിറ്റേറ്റ് ദാറ്റ് സ്റ്റൈൽ. അപ്പം സാമിന്റെ ഒരു വേർഷൻ തന്നെ എനിക്ക് ഈ പാട്ടിന്ന് കിട്ടിയ പോലെ തോന്നി. വിച്ച് ഇസ് അമേസിംഗ്. ബ്യൂട്ടിഫുൾ ട്ടോ സാംകുട്ട. മാർക്കറിയാ സാംകുട്ട? റെഡി അല്ലേ? റെഡി. Samkutan going to be awarded 98 out of 100 today. Thank you sir. അപ്പൊ സാംകുട്ട അടിച്ചു പൊളിച്ചു. മൊത്തത്തില് സന്തോഷല്ലേ? പെരുന്നാളൊക്കെ കൂടി നന്നായി പാട്ടൊക്കെ പാടി. അപ്പൊ ഇനിയും മാർക്കൊക്കെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ കയറി പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ബൈ. Bye.